നേപ്പാളികളുടെ കംഫർട്ട് ഫുഡാണ് ചുക്കോണി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ തൈരുമാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങണ സമയമേ നമുക്ക് വേണ്ടി വരുള്ളൂ. പിന്നെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സ്വാദുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് തൈര് കട്ടയിലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഒരുപാട് തിക്കായിട്ട് പോകണ്ട, കുറച്ച് വെള്ളം, ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സബോള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ എല്ലാം മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ പതുക്കേനെ ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇത് മസ്റ്റർഡ് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ മഞ്ഞ കളറ്. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരിട്ട് ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവില്ല, ആ മഞ്ഞ കളറ് കറക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഉടനെ തന്നെ നമുക്കിത് കൂട്ടിക്കഴിക്കാം. അതല്ല, നമ്മളൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ടേസ്റ്റ് കൂടും. എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പും അതുപോലെ പുളിയും ഒക്കെ ഉരുളക്കിഴങ്ങിലും കൂടെ പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം, അതും ഒരു ഫ്ലേവർ കിട്ടും. ഇത്രയേ ഉള്ളൂ കേട്ടോ. കാര്യം നല്ല എളുപ്പമാണ്, നല്ല സ്വാദുമുണ്ട്. ശരിക്കും ഒരു കംഫർട്ട് ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ട്. ഇപ്പോൾ നേപ്പാളീസ് പറയണത് അവർ ഈ സമ്മർ സമയത്തൊക്കെ ഇതാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുകയെന്ന്, ചോറിന് കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രം മതി ചോറിനാനായിട്ട്, വേറെ ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട കളർ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ട് തോന്നുന്നില്ലേ, നല്ല മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. ശരിക്കും നല്ല കംഫർട്ട് ഫുഡ് തന്നെയാണ് ഇത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.